അങ്ങനെ പിന്നെ കുറെ നാൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ മടിയായി തുടങ്ങി. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കല്യാണമൊക്കെ കഴിച്ചു. രാവിലെ എൻ്റെ ഇപ്പോൾ കുറച്ച് നേരം വൈകി. അപ്പോൾ പിന്നെ ബസ്സിന് പോകണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ കെട്ടിയോൻ എന്നെ കോളേജ് കൊണ്ടുവന്നാക്കാന്ന് പറഞ്ഞു. പാവം ചെക്കൻ രാവിലെ തന്നെ ഒന്നും കഴിക്കാണ്ട് ഇറങ്ങിയതല്ല. അപ്പോൾ പിന്നെ 10 രൂപയോടെ ചായയൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ അത് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി നേരെ എന്നെ കോളേജിൽ കൊണ്ടുവന്നാക്കി. കോളേജിൽ പിള്ളേരെ കൂടെ ക്ലാസ്സിൽ കയറി. പിന്നെ രാവിലത്തെ ക്ലാസ് എടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്കാണ് പുറത്തിറങ്ങി. ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞ് പിന്നെ ദേ ബാത്റൂമിന് അവിടെ വന്ന് കണ്ണാടി നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. എന്തേലൊക്കെ എപ്പോഴെങ്കിലൊക്കെ കഴിച്ചോണ്ടിരിക്കണം. ഇല്ലെങ്കിൽ സമാധാനം കിട്ടാത്തതുകൊണ്ടാണ് വേഫർ ബോൾസും അതും ഇതൊക്കെ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കണേ. അങ്ങനെ പിന്നെ അതും കഴിച്ച് പിന്നെ ഞങ്ങൾ കുറെ വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉച്ചത്തെ ബ്രേക്ക് കഴിഞ്ഞു. പിന്നെ വൈകുന്നേരമായി ക്ലാസ് വിട്ടു വീട്ടിലേക്ക് പോകാനാണ്. പിന്നെ ബസ്സൊക്കെ കയറി മാളയിൽ വന്നിറങ്ങി. മാളയിൽ അടുത്ത ബസ് കോളേജിൽ നിന്ന് നേരെ മാളയ്ക്ക്, മാളയിൽ നിന്ന് പിന്നെ കൊടകരയിൽ നിന്ന് പിന്നെ ചെമ്പിച്ചിറക്കി. അങ്ങനെ 5-6 ബസ് കയറണം. അങ്ങനെ പിന്നെ വീടിനവിടേക്കുള്ള ബസ്സൊക്കെ കയറി കഴിഞ്ഞപ്പോൾ വീടിൻ്റെ അവിടുത്തെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് നടക്കണ്ടേ, വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബസ് സ്റ്റോപ്പിൽ നിന്ന് വേഗം വീട്ടിലേക്കൊക്കെ നടന്നു. അത് കഴിഞ്ഞപ്പോൾ ചേച്ചിയോട് ചായ വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടാക്കി എടുത്തോളാം പറഞ്ഞു. വേഗം അത് ചൂടാക്കി എടുത്ത് കുറച്ച് ചിപ്സൊക്കെ വാരി തിന്ന് ചായയും കുടിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നു. അപ്പോൾ പിന്നെ ചേച്ചിയും ചേട്ടനും ഞാനും അബിയും പിന്നെ ചേച്ചിയുടെ ഒറ്റ കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ പോയി. കൊച്ചിനെ തണുക്കൂലെന്ന് വെച്ചാൽ കൊച്ചിനെ പുതപ്പിച്ചത് വല്ലാത്ത പുതപ്പിക്കലായി പോയി. പാർസൽ മേടിച്ച് വീട്ടിൽ പോയി കഴിക്കാൻ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ പിന്നെ പാരഡൈസ് ഹോട്ടലിൽ പോയി എനിക്കുള്ള ഫുഡും ഷവർമാറിൽ പോയി അവർക്കൊന്ന് പെരി അൽഫാമൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം കൂട്ടുകാരനായ അജിത്തിൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ എല്ലാവരും കൂടെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്തമാനം പറയാമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു മൂഡ് പിടിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞു. അവൻ്റെ മമ്മിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെറിയ പ്ലാൻ ഇട്ട് ചായ കുടിക്കാൻ പോകുന്നത്. രാത്രി ചായ കുടിക്കണ ഓരോ പ്രാന്തുകളേ. ഈ പ്രാന്ത് പിന്നെ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. വേഗം പോയി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പഴംപൊരിയും പറഞ്ഞു, ചായയും പറഞ്ഞു. അവരൊക്കെ മോമോസും ചായ അടിച്ച് കയറ്റി. അപ്പോൾ പിന്നെ അവിടെ നിന്ന് അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീട്ടിൽ വന്ന് നമ്മൾ മേടിച്ച സാധനങ്ങൾ കൂടി നമ്മളെല്ലാവരും കൂടി കഴിച്ചു. അപ്പോൾ ഓക്കെ ബൈ.